നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അമ്മ. മലയാള സിനിമയിലെ പെൺകരുത്തിന്റെ വിജയമെന്ന് വിളിച്ച് ആഘോഷമാക്കിയ ഒന്നായിരുന്നു താരസംഘടനയായ അമ്മയുടെ അവസാന ഇലക്ഷൻ. സ്ത്രീകൾ ഭരിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രസിഡന്റായി ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനും വൈസ് പ്രസിഡന്റായി ലക്ഷ്മിപ്രിയയും ജോയിന്റ് സെക്രട്ടറിയായി അൻസിബ ഹസനും അന്ന് തലപ്പത്തേക്ക് വന്നു. എല്ലാ പ്രശ്നങ്ങളും സ്ത്രീകൾ ഭരണത്തിലിരുന്നാൽ തീരുമെന്ന് കരുതി. എന്നാൽ അത് തെറ്റി. എന്നാൽ ആ സിംഹാസനങ്ങളിൽ വന്നിരുന്ന നിമിഷം മുതൽ പരസ്പരം ചെളിവാരിയെറിയലും തൊഴുത്തിൽ കൊത്തുമാണ് ആ ആസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ ജീവിക്കാൻ വേണ്ടി ജോലിക്ക് നിന്ന ഒരു പാവം പെൺകുട്ടിയോട് ഭാരവാഹികൾ കാണിച്ച മനുഷ്യത്വമില്ലായ്മയുടെ ഞെട്ടിക്കുന്ന കഥകൾ ഇതാ പേജ് 3 കോളങ്ങളിൽ തീ കൊടുത്ത് നിറഞ്ഞാടുന്നു. അമ്മ ഓഫീസിലെ മാനേജറായി ചാർജ് എടുത്ത അതുല്യ എന്ന പെൺകുട്ടിയാണ് ഈ ക്രൂരതകൾക്കെല്ലാം തന്നെ ഇരയായി തീർന്നത്. അവിടുത്തെ ട്രഷററായ ഉണ്ണി ശിവപാൽ എന്ന നടൻ അതുല്യയോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു: നീ എനിക്ക് വഴങ്ങുന്നോ അവർ ടോയ്ലറ്റ് കഴുകുന്നോ? ആത്മാഭിമാനമുള്ള പെൺകുട്ടിയായ അതുല്യ വഴിപ്പെടാൻ തയ്യാറാകാതിരുന്ന് കക്കൂസ് കഴുകുക തന്നെ ചെയ്തു. പാത്രവും കഴുകി. ഇവിടെയാണ് ജനറൽ സെക്രട്ടറിയായ കുക്കു പരമേശ്വരന്റെ തനി നിറം പുറത്തു വന്നത്. പക്ക അമ്മായിയമ്മ മോഡൽ എൻട്രി. ഉണ്ണിയെ പിണക്കാൻ പാടില്ല, അയാൾ ഏകാന്തത അനുഭവിക്കുന്ന ആളാണ്, അയാൾ പറയുന്നത് പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ കുക്കു ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായത്. രാത്രി 10:30 വരെ അടിമയെപ്പോലെ പണിയെടുപ്പിച്ചതിന് പുറമെ അർദ്ധരാത്രിയിൽ ആരെങ്കിലും ഗസ്റ്റ് വന്ന് ചായ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഈ പെൺകുട്ടിയെ വിളിച്ചു വരുത്തുമായിരുന്നു പോലും. വീട്ടിൽ ചെന്ന് കിടന്നാലോ ആ പാവം ഏകാന്ത കാമുകൻ ഉണ്ണി ശിവപാലിന്റെ വികാരഭരിതമായ മെസ്സേജുകളുടെ ശല്യം വേറെയും. ഇതുകൂടാതെ ഓഫീസിൽ നടക്കുന്നതൊന്നും പ്രസിഡന്റിനോട് പറയരുത് എന്ന് പറഞ്ഞ് കുക്കു പരമേശ്വരന്റെ വേറെ ഭീഷണിയും ഉണ്ടായിരുന്നു. ഒടുവിൽ സഹികെട്ട് സംസാരിച്ച ആ പെൺകുട്ടിയെ ജോലിയിൽ നിന്നും പുകച്ച് പുറത്ത് ചാടിച്ച് കുക്കു പരമേശ്വരൻ സായുജ്യമണഞ്ഞു. ഭരണസമിതിക്കുള്ളിലെ നാടകങ്ങൾ അവിടെയും തീർന്നില്ല. നടിമാരുടെ രഹസ്യമൊഴികളുള്ള ആ ഒരു മെമ്മറി കാർഡ് കാണാനില്ലെന്ന് പറഞ്ഞ് അന്വേഷിച്ച കമ്മീഷൻ ഒടുവിൽ കണ്ടെത്തിയത് ആ കാർഡ് അന്തരിച്ച KPAC ലളിത ചേച്ചിയുടെ കയ്യിലായിരുന്നു എന്നും അത് ഇപ്പോൾ പരലോകത്ത് സുരക്ഷിതമാണെന്നുമാണ്. പരലോകത്താവുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇത് കൂടാതെ അന്നത്തെ മന്ത്രി സജി ചെറിയാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അമ്മയുടെ ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപയെടുത്ത് കുക്കു പരമേശ്വരൻ ഡിന്നർ പാർട്ടി നടത്തിയതിനെതിരെ മല്ലിക സുകുമാരൻ ഉൾപ്പെടെയുള്ളവരാണ് തിരിഞ്ഞു നിന്ന് പ്രതികരിച്ചത്. എന്നാൽ കുക്കു പരമേശ്വരൻ പുറത്താക്കിയ അതുല്യ കേസുമായി പോലീസിനെയും പ്രസിഡന്റിനെയും സമീപിച്ചതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. എക്സിക്യൂട്ടീവ് യോഗത്തിൽ പ്രസിഡന്റ് ശ്വേതാ മേനോനും വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയയും ശക്തമായ നിലപാടെടുത്തു. അതുല്യയെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കുകയും കുറ്റക്കാരനായ ഉണ്ണി ശിവപാലന് നിർബന്ധിത അവധി എന്ന് നൽകി ദുബായിലേക്ക് കയറ്റിവിടുകയും ചെയ്തു. അതേസമയം സംഘടനയ്ക്കുള്ളിലെ ഈ ചെളിവാരി എറിയലുകളിൽ മനം നൊന്ത് ജോയിന്റ് സെക്രട്ടറിയായ അൻസിബ ഹസനാവട്ടെ രാജിവെച്ചൊഴിഞ്ഞു. നാണം കെട്ട വിഴുപ്പലക്കുകൾക്കിടയിലും നീതിക്ക് വേണ്ടി നിലകൊണ്ട ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയയ്ക്കും കൈയടിക്കുമ്പോൾ തന്നെ കുക്കു പരമേശ്വരനെ പോലുള്ളവർ കാണിച്ച ഈ വൃത്തികെട്ട അനീതി സിനിമാ ലോകത്തിന് വലിയ ഒരു കളങ്കമായി തന്നെ തുടരുന്നു. അതുല്യക്ക് ലഭിച്ച ഈ നീതിയെക്കുറിച്ചും അമ്മയിലെ ഈ പെൺപടയുടെ പ്രത്യേക രീതിയിലുള്ള ഭരണത്തെക്കുറിച്ചും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കോമന്റുകളായിട്ട് രേഖപ്പെടുത്തണേ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും പേജ് 3 ഉള്ളറ കഥകൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.